രാജനഗരത്തിന് കലയുടെ മഴവിൽ ശോഭ സമ്മാനിക്കുന്ന നാട്യോത്സവത്തിന്റെ 7 ദിനങ്ങൾക്ക് പൈങ്കുളം രാമചന്ദ്രൻ നിലത്തിൽ മിഴാവിൽ പഞ്ചാരി മേളത്തോടെ തുടക്കമായി. സംസ്കൃത പണ്ഡിതനും കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ കെ.ജി. പൗലോസിന്റെയും ഭാര്യ സംസ്കൃത കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ടി.കെ. സരളയുടെയും 80ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ശിഷ്യരും സഹപ്രവർത്തകരും ചേർന്ന് രൂപീകരിച്ച ഗുരുവന്ദനം ട്രസ്റ്റ്, സംസ്കൃത കോളേജ്, കൂടിയാട്ട കേന്ദ്രം, കഥകളി കേന്ദ്രം, RLV കോളേജ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന നാട്യോത്സവം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാഗരസംഘം ചെയർമാൻ കൊച്ചി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി.ജി. ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ.ജി. പൗലോസ്, കലാമണ്ഡലം രാമചാക്യാർ, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, കലാമണ്ഡലം ശൈലജ, കലാമണ്ഡലം ഗിരിജ, കലാമണ്ഡലം കനകകുമാർ, പ്രൊഫസർ ആർ. രാജലക്ഷ്മി, ഡോക്ടർ പ്രിയ പി. മേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.ഡി. ശോഭ സ്വാഗതവും MRS മേനോൻ നന്ദിയും പറഞ്ഞു. കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി. രാജേഷ് കുമാർ, ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ എന്നിവർ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം ഗ്രൂപ്പിന്റെ ശൂർപ്പണഖാംഗം കൂടിയാട്ടവും നടന്നു. ശനിയാഴ്ച രാവിലെ സംവാദ സദസ്സ് കലാപഠനത്തിന്റെ ആധുനിക പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിൽ കെ.ബി. രാജാനന്ദൻ, ആധുനിക കാലത്തെ സംസ്കൃത നാടകാവതരണം എന്ന വിഷയത്തിൽ പ്രൊഫസർ ചന്ദ്രദാസൻ, അരങ്ങിലശ്രീ എന്ന വിഷയത്തിൽ കപില വേണു, അപർണ നങ്ങിയാർ, ശാലിനി വിജി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് മിഴാവിൽ ഇരട്ടത്തായമ്പ കലാമണ്ഡലം രാജീവ്, കലാമണ്ഡലം രവികുമാർ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. പ്രബന്ധക്കൂത്ത് പൈങ്കുളം നാരായണൻ ചാക്യാരും അമ്മന്നൂർ സ്മൃതി ജോർജ് എസ് പോളും അവതരിപ്പിച്ചു. തുടർന്ന് വേണുജിയെ ആദരിക്കൽ, അഭിജ്ഞാന ശാകുന്തളം, കൂടിയാട്ടം എന്നിവയും നടന്നു. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ നടക്കുന്ന നാട്യോത്സവം 20-നാണ് സമാപിക്കുക.